വന്യ ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് തിരുമനസിനും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും വന്യ വൈദികർക്കും സിസ്റ്റേഴ്സും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ വന്ദനം. നമ്മുടെ സ്കൂൾ അതിൻ്റെ 49ാമത് വാർഷികവും ഗോൾഡൻ ജൂബിലി ആഘോഷവും കൊണ്ടാടുന്ന ഈ അനുഗ്രതമായ നിമിഷത്തിൽ ആശംസകൾ രണ്ടു വാക്ക് പറയുവാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 50ഓളം വർഷമായി അടൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ സരസ്വതി ക്ഷേത്രം 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുത്തു കഴിഞ്ഞു. അതിൽ നല്ലൊരു ഭാഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. നമ്മുടെ അധ്യക്ഷനായ റവന്യൂ മന്ത്രി ശ്രീമാൻ അടൂർ പ്രകാശ് അവരോടും നമ്മുടെ അന്തോണിയോസ് പിതാവും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ. യാതൊരു ഒച്ചപ്പാടുകളും ഇല്ലാതെ ഒരു ഭാഗത്തു നിന്നും ശാന്തമായി സ്കൂളിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജറിനും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛനും ടീച്ചേഴ്സും മറ്റെല്ലാവർക്കും എല്ലാ മാതാപിതാക്കളുടെയും PTA അംഗങ്ങളുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ സ്കൂളിനോട് ഈ വർഷം വിട പറയുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം ആർക്കും ലോകത്തിലൊന്നും സൗജന്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് നേടുന്നതിനും കഠിന പ്രയത്നം ആവശ്യമാണ്. പേപ്പർ വിറ്റ് നടന്ന അബ്ദുൽ കലാം എന്ന ബാലനും 16 കിലോമീറ്റർ നടന്ന് ഉച്ചഭക്ഷണം പോലും കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ പഠിച്ച KR നാരായണനും ഇന്ത്യയുടെ പ്രസിഡന്റുമാരായത് കഠിന പ്രയത്നം കൊണ്ടാണ്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്ന് നാം ഓർക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായ അംബാനി സഹോദരന്മാരും തെരുവിലെ ഭിക്ഷക്കാർക്കും ദൈവം സമയം ഒരുപോലെയാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളെയും ക്ഷമയോടെ നേരിടണം. ആർക്കും ക്ഷമയില്ലാത്തൊരു ഹൈടെക് യൂത്തിലാണ് നാം ജീവിക്കുന്നത്. പല യുവാക്കളുടെയും ജീവൻ തെരുവിൽ ചതഞ്ഞറിയുന്ന വാർത്ത നാം അനുദിനം കേൾക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും പൂർണ്ണമായി അനുസരിച്ച് ഈശ്വര ഭക്തിയിൽ വളർന്ന് നിങ്ങൾ ഉന്നതരായി തീരുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.